ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ചിക്കൻ കപ്സയുടെ റെസിപ്പി നോക്കാവേ. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഞാനിപ്പം ഒരു 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു 4 സവാള, പിന്നെ ഒരു 3 തക്കാളി, ഒരു ചെറിയ മാഗി ക്യൂബ്, പിന്നെ 2 പച്ചമുളക്, കുറച്ച് ക്യാരറ്റ് നമുക്ക് വേണം. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് മക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇല്ല, ഇവിടെ നിൽക്ക്, ക്യാമറയിൽ കാണില്ല, വെറുതെ ഇപ്പോഴും കാണില്ലല്ലോ. കാണുന്നു. ഇന്നതൊക്കെ എടുത്ത് മദ്രസയിൽ പറഞ്ഞേ കേൾക്കട്ടെ. ഈ സാധനം എന്താ പാട്ടൊന്ന് പാടുമോ? നല്ല കുട്ടിയല്ലേ? നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് വെച്ചത് പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് വല്ലാണ്ട് അരയണ്ട, ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി. അടുത്തത് നമുക്ക് സവാള അരിഞ്ഞ് എടുക്കാം. ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞാൽ മതി. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് തക്കാളി ചെറിയ പീസാക്കി നുറുക്കിയിട്ട് നമുക്കത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. തക്കാളി ഞാനിപ്പോൾ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് എടുത്തിട്ട് വരാം. നമുക്ക് അടുപ്പ് കത്തിക്കാം കേട്ടോ. വിറകുള്ള സമയത്ത് നമ്മൾ അടുപ്പിലാണ് കത്തിക്കൽ കേട്ടോ. അപ്പം കുക്കറിലാണ് വെക്കണത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക കുറച്ച്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാനുണ്ട്. കുരുമുളക്, നല്ല ജീരകം, പിന്നെ ഒരു 2-3 നമ്മുടെ പട്ട, കറുകപ്പട്ട, പിന്നെ ഒരു തക്കോലം, ഒരു ചെറിയൊരു പീസ് മതി. പിന്നെന്താ, ഇതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് സവാളയും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം. അതൊന്ന് നന്നായി വഴന്ന് വരട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് ക്യാരറ്റ്, നമ്മൾ നന്നാക്കി വെച്ച ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ കപ്സ മസാല നമുക്ക് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 5 ഏലക്കായ, ഒരു പട്ട, കുറച്ച് കുരുമുളക്, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് ചൂടാക്കണം. ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കി. ആ സമയം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തക്കാളി പേസ്റ്റ് ഞാൻ അരച്ച് വെച്ചത് ചേർത്ത് ഇളക്കുക. അതിനോടൊപ്പം തന്നെ ഒരു ഡ്രൈ ലെമൺ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ കബ്സ മസാലയും കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് ഇളക്കി അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഇളക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ച് ഒരു 2-3 ഞാൻ വിസിലടിയുന്നവരെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞത് ഫുള്ളായിട്ട് വിസിൽ പോകണമെന്നില്ല, അത് നമുക്ക് വിസിൽ പിടിക്കാം. എന്നിട്ട് അത് തുറന്ന് ചിക്കൻ മാത്രം അതിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് നമുക്കൊരു ഫ്രൈ പാനിൽ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ചെറിയതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. എൻ്റെ അത് കുറച്ച് ഡാർക്കായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് വേറെ എന്തിനോ പോയപ്പോൾ അതൊന്ന് ജസ്റ്റ് കരിഞ്ഞിട്ടുണ്ട് കുറച്ച്. ബാക്കിയുള്ള ചിക്കൻ കൂടെ നമുക്ക് അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് അടുത്തതായി വേവിച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ, ഈ ചിക്കൻ മാറ്റിയിട്ട് ബാക്കിയുള്ള വെള്ളം അളന്നിട്ട് അത് നമുക്കൊരു ബിരിയാണി പൊട്ടിലേക്ക് അടപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അളന്ന് വെച്ച വെള്ളം ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്, ഇരട്ടി വെള്ളം. അപ്പം
ആ എടുത്ത വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ച് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഞാനിവിടെ കച്ചമ്പർ എന്നാണ് ഇവിടെ പറയാം, നമ്മുടെ സലാഡ് ഉണ്ടാക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് കുറച്ച് സവാള, തക്കാളി, പച്ചമുളക്, പിന്നെന്താ ഞാൻ കുറച്ച് ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് അതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് തിരുമ്പി വെക്കാം. തൈര് നമുക്ക് ലാസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്താലും മതി കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും അതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ അതിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വരാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ വെള്ളത്തിലേക്ക് ഡ്രൈ ലെമൺ കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെന്താ, അതിൻ്റെ അകത്ത് വെള്ളം തിളച്ച് വരട്ടെ. അപ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് വരുമ്പം നമ്മുടെ അരി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അരി ഞാനിവിടെ റോസ് കൈമാണ് എടുത്തേക്കണത് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളൊരു വലിയ റൈസിലും നമുക്ക് ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം ഈ അരിയാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്തു. അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്, നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കണം. നന്നായി തിളച്ച് വന്നതുകൊണ്ട് തീ കുറച്ച് മൂടി വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്യ് ചേർത്തിട്ട്, നെയ്യും എസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, കപ്സല്ലേ. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടാക്കിയ കപ്സ മസാല ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റൈസ് ഉണ്ടാക്കാനുള്ള വെള്ളത്തിൽ ഞാൻ മാഗി ക്യൂബ് ചേർത്തത് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഓപ്ഷണലാണ്, ഞാൻ ടേസ്റ്റ് കൂടാനും വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പം കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ടാകും, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്യാം. അപ്പം ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതോടൊപ്പം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ ചിക്കനും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.